തെളിവുകളുമായി പോലീസ് എത്തിയത് നേരം വെളുക്കും മുൻപ്. 10 മണിക്ക് മുൻപ് നടപടികൾ തീർക്കാൻ ശ്രമം. ഫോറൻസിക് സംഘം സ്ഥലത്ത്, കല്ലറയ്ക്ക് അടുത്തേക്ക് ആരെയും വിടാതെ പോലീസ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിൽ എന്ന് കുറെ ഡയലോഗ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സിനിമയിലും പിന്നെ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഗോപൻ സ്വാമി റിലേറ്റഡ് സംഭവം. ഗോപൻ സ്വാമി, ഇയാൾ എങ്ങനെ സ്വാമിയായി, ഇയാൾക്ക് എങ്ങനെ സ്വാമിയാകാൻ പറ്റും എന്നും പറഞ്ഞ് കുറെ ആൾക്കാര് കളിയാക്കുന്നതും കുറെ ആൾക്കാർ എതിരായിട്ട് സംസാരിക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ചിലപ്പോൾ അയാൾ സ്വാമിയാണെങ്കിലോ, ചിലപ്പോൾ വല്ലതും പവറും കിട്ടിയെങ്കിലോ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെയല്ലേ പണ്ട് സ്വാമിമാരൊക്കെ ഉണ്ടായത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല, അവരുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ കോടതി നിയമം എന്ന് പറയുന്ന സംഭവം ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ബോച്ചയുടെ കേസിൽ കോടതിയും, ബോച്ചയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, ഗോപൻ സ്വാമി പോലെയല്ല. ബോച്ച ചിലപ്പോൾ ഇതുപോലത്തെ സമാധിയൊക്കെ ആണെങ്കിൽ അത് വലിയ സംഭവമായിരിക്കും. പക്ഷെ പുള്ളി അങ്ങനത്തെ മണ്ടത്തരം ഒന്നും കാണിക്കില്ല. പക്ഷെ ഇവർ കാണിച്ചത് ഒരു രീതിയിൽ മണ്ടത്തരമാണ്. എന്താന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, എങ്ങനെ മരിച്ചു എന്നുള്ളതിനുള്ള തെളിവില്ല. പോയി അങ്ങ് ഇരുന്നു സമാധിയായി എന്ന് പറയുമ്പോൾ അത് നിയമവിരുദ്ധമാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിലത്, ചില രാജ്യങ്ങൾ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ആകെ കലങ്ങി തെളിഞ്ഞ് മറിഞ്ഞ് ഇപ്പൊ കിടക്കാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇന്ന് രാവിലെ 7 മണിയോടെ സമാധിയൊക്കെ പൊളിച്ച്, ആ സ്ലാബും കാര്യങ്ങളൊക്കെ പൊളിച്ച്, ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയത് സിമെന്റ് കൊണ്ട് അതൊക്കെ പൊളിച്ച് മാറ്റി ആ മൃതദേഹം 7 ദിവസം 8 ദിവസം കണ്ടായതാണ്. ഭയങ്കര നാറ്റവും കാര്യങ്ങളൊക്കെ. അതിന്റെ ഫോറൻസിക് ഒക്കെ എടുത്തുകൊണ്ട് അതിന്റെ ബോഡി കൊണ്ടുപോയി ഓട്ടോപ്സി ഒക്കെ ചെയ്ത് അതിന്റെ റിസൾട്ട് വരുമ്പോൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ തെളിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഈ കുടുംബത്തോടൊരു സഹതാപവും ഈ കുടുംബത്തോടൊരു അനുകമ്പ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞത് കുറച്ചൊക്കെ സത്യമാണല്ലോ. മണ്ടന്മാരാണെങ്കിലും ഇവര് അങ്ങനെ കൊന്നിട്ടൊന്നുമില്ല. ഞാൻ ഈ അടുത്ത് ഒരു സിനിമ കണ്ടു ഹോട്ട്സ്റ്റാറിൽ, സൂക്ഷ്മദർശിനി, നമ്മുടെ ബേസിലിന്റെ. അതിനകത്ത് സ്വന്തം സിസ്റ്ററിനെ കൊല്ലുകയാണ്, അമ്മ പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. എൻ്റെ ക്ലൈമാക്സ് ഞാൻ അത് സ്പോയിലറാക്കി, സോറി. എന്നാലും അത് OTT-യിലൊക്കെ വന്നല്ലോ ഇപ്പോൾ കുറേ നാളായി, അതുകൊണ്ട് സ്പോയിലറാക്കി, അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാ. അപ്പോൾ സയൻസിനെ യൂസ് ചെയ്ത് അങ്ങനത്തെ ക്രിമിനൽ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. നമ്മൾ കണ്ടതാണ്, ഒരു കുടുംബത്തെ മൊത്തം സൈനൈഡ് കൊടുത്ത് കൊന്ന സ്ത്രീയും, പിന്നെ അപ്പനെയും അമ്മയും സിസ്റ്ററിനെയും കൊന്നിട്ട്, പിന്നെ വേലക്കാരി ഒരു ചേച്ചി, ബന്ധത്തിലുള്ള ഒരു ചേച്ചി, ഒരു അമ്മായി തന്നെ വീട്ടു ജോലിക്ക് നിന്ന് അവരെയും കൊന്ന് ആ പയ്യൻ ഇപ്പോൾ ജയിലിലാണ്. ഇങ്ങനത്തെ കുറെ ക്രിമിനൽസ് ഉള്ള സ്ഥിതിയിൽ ഇവര് അയാള് മരിച്ചപ്പോൾ അതിനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യാൻ ശ്രമിച്ചാണോ എന്താണെന്നറിയില്ല, അവരിങ്ങനെയൊക്കെ കാണിച്ചു. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണമല്ലോ, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇവർ ബോഡി വേണ്ട, ഇതിപ്പോൾ സമാധിയിൽ നിന്ന് നിങ്ങൾ പൊളിച്ചു മാറ്റി, അതോടെ അതിന്റെ ആ ഒരു ശുദ്ധി പോയി, അത് ഇപ്പോൾ മറ്റേ ബ്ലേഡും കത്തിയൊക്കെ വെച്ച് കീറി തലച്ചോറൊക്കെ പൊട്ടിച്ച് അതിന്റെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അപ്പൊ അങ്ങനെ ആയി കഴിയുമ്പോൾ അതിന്റെ ഒരു ക്ലെൻലിനെസ് പോയി. നമ്മുടെ ഹിന്ദു ധർമ്മത്തിൽ പറയുന്നതാണല്ലോ, ആരെങ്കിലും ഇപ്പൊ സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ ശുദ്ധി പോയി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശബരിമലയിലും അവിടെയും ഒരുപാട് അമ്പലങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻസ് കയറിയ ശുദ്ധി പോയി. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു കമ്മ്യൂണിറ്റി ആവുമ്പോൾ അവരിനി അത് തിരിച്ച് മേടിക്കുവോ, ആ ബോഡി തിരിച്ച് അവിടെ സമാധി തന്നെ വെച്ചിട്ട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുവോ എന്നറിയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ഉണ്ടാവുമോ? ഈ സമാധിയായി എന്ന് പറയുമ്പോൾ ഉള്ള അത്രയും സപ്പോർട്ട് ഉണ്ടാവുമോ? അതോ ഇനി അത് പോയില്ലേ, എല്ലാം പൊളിച്ചടുക്കിയില്ലേ എന്ന് പറഞ്ഞ ആൾക്കാർ തഴയുമോ എന്നറിയില്ല. എന്താണേലും അവരുടെ ഒരു വിശ്വാസം, അവര് ഭയങ്കര ഒരു ഗട്സ് വേണം എന്നൊക്കെ വേണേൽ പറയാം. പക്ഷെ മണ്ടത്തരമായി പോയി, അതാണ് പ്രശ്നം. ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കുക, ഈ ബന്ധുക്കളെ വിളിക്കാതിരിക്കുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. അതൊന്നും വലിയൊരു കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ അമ്മ മരിച്ചപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. കാരണം ബന്ധുക്കളൊക്കെ തെണ്ടികളാ, അതുകൊണ്ട് അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വിളിച്ചില്ല. അമ്മയും മരിക്കുന്ന മുമ്പേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പോയി? കുറെ നാൾ മുമ്പേ തന്നെ അമ്മ ഇങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ഒന്നും ഇല്ലായിരുന്നു, അവിടെ ഒന്നും കോൺടാക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് പോയി. ഇത് പറയുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. പക്ഷേ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, ഡയറക്റ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ക്രിമേറ്റ് ചെയ്യാനുള്ള ഈ ഇലക്ട്രിക് ക്രിമേഷൻ അതിൻ്റെ അവിടെ പോയി
കാരണം 86-87 വയസ്സായിരുന്നു. അമ്മയ്ക്ക് കുറേ കാലമായിട്ട് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ചെയ്തപ്പോൾ അത് കറക്റ്റായിട്ട് നിയമവശ അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നാലും വീടിൻ്റെ അടുത്തുള്ള 1-2 ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നോക്കുക. അവൻ ഭയങ്കര കേട്ടോ. അവൻ ബന്ധുക്കളെ ഒന്നും വിളിച്ചില്ല. അവൻ തന്നെ ഇങ്ങനെ ചെയ്തു, അവൻ തന്നെ അങ്ങനെ ചെയ്തു. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ആളിനെ അവിടെ കിടത്തിയിട്ട്, എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, അവരവരുടെ വിശ്വാസമാണത്. മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കളെയൊക്കെ വിളിച്ച് എല്ലാവരും അവിടെ വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സന്തോഷമായിട്ടൊക്കെ യാത്രയയപ്പൊക്കെ ചെയ്യും. കാരണം പ്രായമായി മരിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട്, നമ്മുടെ അവിടെയും സന്തോഷമായിട്ടാണ്. കാരണം അവർ ആ വേദനയും ഇതൊക്കെ മാറിയല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പുറത്ത് കാണിക്കില്ല. നമ്മൾ പടക്കം പൊട്ടിക്കലും ഒന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പടക്കം പൊട്ടിക്കലും ഡാൻസ് ചെയ്യലും പരിപാടിയും അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ആരോടും പറയാതെ ഒരാളെ ക്രിമേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും തെറ്റില്ല. പക്ഷെ അത് പറയേണ്ട നിയമം എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പം ആ നിയമം അത് നമ്മൾ പാലിക്കണം. നമ്മളിപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നതും അല്ലെങ്കിൽ വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കാതെ വണ്ടി ഓടിക്കുന്നതും പോലെയല്ല ഇത് കുറച്ച് സീരിയസ് സംഭവമാണ്. ഇപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ പോയാൽ ആ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ പോട്ടെ, നീ ഇവിടെ അടുത്തല്ലേ പോകുന്ന പോ എന്ന് പറഞ്ഞ് വിട്ടാൽ മതി. അത് തന്നെ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ഒരുപാട് പോലീസുകാരൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ യൂണിഫോമിലൊക്കെ ചിലർ ഹെൽമെറ്റ് ഇല്ലാതൊക്കെ പോയിട്ട് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും അവർക്ക് സസ്പെൻഷൻ കിട്ടുകയും അവർക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് ആവുകയും ഒക്കെ, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഇവർ സത്യത്തിൽ വലിയ സമാധിയും കാര്യങ്ങളും വലിയ മറ്റേ ഹിന്ദു ധർമ്മം അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരും പൂജയും കാര്യങ്ങളും ഇയാൾ ഉടലോടെ സ്വർഗത്ത് പോയി എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കത് ഹിന്ദു ഇപ്പോൾ എന്താ പറയണ്ട, ഒരു അമ്പലത്തിൽ നിന്നോ അല്ലെങ്കിൽ വലിയൊരു ഹിന്ദു സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സൊസൈറ്റിയോ ഏതെങ്കിലും ഒരു വലിയൊരു സൊസൈറ്റിയുടെ ഒരു പവറോടെ കൂടെ അവരുടെയൊക്കെ നോളജോടെ കൂടെ ഇവർ ചെയ്തിരുന്നെങ്കിൽ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സമാധിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബോഡിയൊക്കെ വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ സ്വാമിമാർ. അതൊന്നും പൊളിച്ചെടുത്ത് ചെക്ക് ചെയ്യുന്നൊന്നുമില്ലല്ലോ. കാരണം അതിൻ്റെ ഡെത്തും കാര്യങ്ങളൊക്കെ അവർ രജിസ്റ്റർ ചെയ്തിട്ടൊക്കെയാണ് ഈ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ കാണാൻ്റെ ആവുക, പിന്നെ അത് ഒരു പോസ്റ്റർ അടിച്ചൊട്ടിക്കുക, അത് ഇങ്ങനെ ആയി, എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയി, ഇത് പൊളിക്കാൻ പറ്റില്ല, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഹിന്ദു ഇതിനെയാണ് അപമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കാത്ത ഒരു കാര്യമാണ്. പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മളിപ്പോൾ കായംകുളത്ത് എന്താ സംഭവിക്കുന്നതെന്നുള്ളത് മാന്നാത്ത് അറിയില്ല, അല്ലെങ്കിൽ ആലപ്പുഴ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് തൃശ്ശൂർ അറിയില്ല. ഇത്രയും ദൂരമൊന്നും പോകണ്ട, അടുത്ത് തന്നെ തിരുവല്ലയിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് കാവുംഭാഗത്ത് അറിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊറിയയിൽ എന്ത് സംഭവിക്കുന്നു, യുഗാണ്ടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വരെ നമുക്കറിയാം. ഇൻഫർമേഷൻ ഏജാണ്. ഈ ഒരു ഇങ്ങനത്തെ ഇത്രയും വലിയ ഒരു ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് ഉള്ളപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തരമൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഇന്ന് വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാനത് ന്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ കണ്ടത് അതാണ്. ഒരു വലുതായിട്ട് പ്രതിഷേധമൊന്നും കാണിച്ചില്ല ഫാമിലി. എന്നാലും അതായത് ഞങ്ങളെന്തോ ജയിച്ചു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു നിപ്പായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രൂവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് അയാളെ കൊന്നതൊന്നും അല്ല, അയാൾ നാച്ചുറലായിട്ടുള്ള ഡെത്താന്ന് പ്രൂവ് ആയി കഴിഞ്ഞാൽ എല്ലാവരും മാസമായല്ലോ. അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണേലും അത് റിപ്പോർട്ട് വരുമ്പോൾ കാണാം എന്താണെന്നുള്ളത്. നാച്ചുറൽ ഡെത്ത് ആണെങ്കിലും അൺനാച്ചുറൽ ആണെങ്കിലും അത് നിയമപരമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. കാരണം നമ്മൾ ഇപ്പോൾ ഇവർ താമസിക്കുന്ന വീടിന് കരം അടയ്ക്കുന്നതാണ്, കറണ്ട് യൂസ് ചെയ്യുന്നതാണ് ഇവർ. അല്ലാതെ ഇവർ മറ്റേ കാട്ടിൽ ആരും ഇല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ ജീവിക്കും, ഞാനൊരു സ്വാമിയാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൊന്നും ജീവിക്കുന്ന ആൾക്കാരല്ല ഇവർ. അമ്പലത്തിൽ എന്തോ ശാന്തി പണിയൊക്കെ ചെയ്യുന്ന, അമ്പലത്തിലെ പൂജാരിയുടെ പണിയൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് ഈ മോഹൻ എന്ന് പറയുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അത് അവരുടെ ഒരു ജീവിതം. പക്ഷേ ഈ ചെയ്തത് കുറച്ച് കടന്നുപോയി. അതാണ് ഈ സോഷ്യൽ. എനിക്ക് അവരെ വലുതായിട്ട് കളിയാക്കണമെന്നൊന്നുമില്ല. അവരെ നമുക്ക് കളിയാക്കണമെങ്കിൽ കളിയാക്കാം, എന്ത് മണ്ടത്തരടാ ഇത് അതാ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെന്തോ അവർ വേറെ ഒരു സോണിലാണ് അവർ ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അവർ ഓരോരുത്തർ ഓരോ മൈൻഡ് സെറ്റാണ്. നമുക്ക് അത് തെറ്റാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കള്ളു കുടിക്കുന്നവനുണ്ട്. രാവിലെ ആയാൽ ഇപ്പോൾ സ്പിരിറ്റ് മൂവി കണ്ടാൽ അറിയാം. ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ രഘുനന്ദൻ, പുള്ളി രാവിലെ മുതൽ ഫിറ്റാണ്. പിന്നെ പുള്ളിക്ക് പെട്ടെന്ന് ഒരു ദിവസം എൻലൈറ്റൻമെന്റ് വരികയാണ്. പുള്ളി കള്ളുകൂടിയൊക്കെ നിർത്തി. പുള്ളി പിന്നെ ഷോ ഒക്കെ ചെയ്യുമ്പോഴും പുള്ളിക്ക് ആ വെള്ളത്തിന്റെ സൗണ്ടും ആ വെള്ളത്തിന്റെ ആ ഒരു പ്യൂരിറ്റിയും ആ എയറിന്റെ പ്യൂരിറ്റിയും ആ ശ്വാസം എടുക്കുന്നതും അതൊക്കെ പുള്ളിക്ക് വളരെയധികം പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിച്ചു. അത്
പുള്ളി ഒരു കള്ളുകൂടിയനായതുകൊണ്ട് പുള്ളി ജീവിതകാലം മൊത്തം കള്ളുകൂടിയനായിട്ട് ജീവിക്കണമെന്ന് ഒന്നും നിയമമൊന്നും ഇല്ലല്ലോ. പുള്ളിക്കത് ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. ഈ ഗോവിന്ദസ്വാമി എന്ന് പറയുന്ന ആളുടെ പേരിൽ 4-5 കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ന്യൂസൊക്കെ ഞാൻ കണ്ടു. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അതിപ്പോ അയാൾക്ക് ചിലപ്പം ഇതൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് മതിയാക്കി നിർത്തിയതാവാം. കുറെ കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായതാവാം. നമ്മൾ എന്താടാ ഈ ജീവിതത്തിൽ ഈ ലോകത്തിൽ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ എന്ന് തോന്നിയതാവാം. എനിക്ക് അയാളെ പേഴ്സണലായിട്ട് അറിയില്ല. പേഴ്സണലായിട്ട് അയാള് മറ്റേ കുമ്പിടി പോലത്തെ സ്വാമിയാണോ അല്ലെങ്കിൽ ശരിക്കും അയാള് എൻലൈറ്റൻമെന്റ് കിട്ടിയ ഒരു സ്വാമിയാണോ നമുക്കറിയില്ല. എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പേഴ്സണലായിട്ട് അറിയാമെങ്കിൽ പറയാം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറയുന്ന പോലെ ചുമ്മാതെ അയാളെ കാണാതെ ഒരു പ്രാവശ്യം പോലും അയാളുടെ അടുത്ത് വർത്താനം പറയാതെ ചുമ്മാ വന്നിട്ട് അയാളെ കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. എന്താണേലും വലിയൊരു സംഭവമാണ് കേരളത്തിൽ. നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണാം ഇതെന്താ സംഭവിക്കുന്നതെന്നുള്ളത്. എനിക്കിത് വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ അവര് ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ അതാണ് കോടതി ചോദിച്ച ഒറ്റ പോയിന്റേ ഉള്ളൂ. വേർ ഇസ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ്? ഡെത്ത് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? നിങ്ങൾക്ക് എവിടെ വേണേൽ അടക്കാമല്ലോ. കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്. മറ്റുള്ള നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ പോലും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെ വേണേൽ കൊണ്ട് അടക്കാനൊന്നും പറ്റില്ല. അതൊക്കെ കുറച്ച് നിയമവശാൽ പ്രശ്നമാണ്. അവിടുത്തെ സൊസൈറ്റി, അവിടുത്തെ കമ്മ്യൂണിറ്റിയൊക്കെ വന്നിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ആന്ധ്ര, തമിഴ്നാട്, കർണാടക ഇവിടെയൊക്കെ അത് പ്രശ്നമാണ്. പക്ഷെ കേരളത്തിൽ അവരുടെ പറമ്പിൽ തന്നെ അടക്കാം എന്നുള്ള ഒരു സംഭവമുണ്ട്. കുഴിച്ചിടാം, അല്ലെങ്കിൽ ദയിപ്പിക്കാം, എന്ത് വേണേൽ ചെയ്യാം. അതാണ് കേരളത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇവർ ഈ സമാധി ചെയ്തത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാതെ ചെയ്തത് വളരെ തെറ്റായിപ്പോയി. അടുത്ത ദിവസങ്ങളിൽ കാണാം ഇതെന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് സപ്പോർട്ടായിട്ടായിരിക്കും ഇനി പബ്ലിക് ഒക്കെ തിരിയാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുമ്പോൾ ഇത് ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല, അവര് മണ്ടന്മാരാണ്, അപ്പൊ അത് അങ്ങനെ ടേൺ ചെയ്യും. പിന്നെ സഹതാപമാവും. അവരെന്തോ ചെയ്തതായി, അത് പോട്ടെ, എനിക്ക് അതാണ് തോന്നുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ചെയ്താലും ഈ തെറ്റ് കാണിച്ചത് തെറ്റാണ്. നിയമം ലംഘിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിക്കുന്നത് മോശമായിപ്പോയി. ഇങ്ങനത്തെ ഒരു മണ്ടത്തരം കാണിച്ചത് മോശമായിപ്പോയി.